Hi friends, welcome back to my channel. ഇന്ന് ക്യാരറ്റ് വെച്ച് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് പല നിറത്തിലുള്ള ക്യാരറ്റ് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ പർപ്പിൾ ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം ക്യാരറ്റ് നന്നായിട്ട് പീൽ ചെയ്ത് വാഷ് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പർപ്പിൾ ക്യാരറ്റിന് പകരം നമുക്ക് ഓറഞ്ച് ക്യാരറ്റ് വെച്ചിട്ടും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ പീസ് നമുക്കൊരു ബ്ലെൻഡറിൻ്റെ ജാറിലോ അല്ലെങ്കിൽ ജ്യൂസറിൻ്റെ ജാറിലേക്കോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. അതുപോലെ 2-3 ഇല പുതിനയില ചേർക്കാം. അപ്പോൾ ചെറിയ തണ്ടുള്ള പുതിനയില ആണെങ്കിൽ മുഴുവനോടെ ചേർക്കാം. വലിയ തണ്ടാണെന്നുണ്ടെങ്കിൽ ഇല മാത്രം ഇതിലേക്ക് ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ജ്യൂസറിലാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം വെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യത്തിന് ഐസ് ക്യൂബ് ഒരു ജഗ്ഗിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുക്കാം. നല്ലൊരു പേർപ്പിൾ കളറാണ് ഈ ഒരു ജ്യൂസിനുള്ളത്. ഇനി ഈ ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് 2 മണിക്കൂർ കുതിർത്തത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ബേസിൽ സീഡ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയ സീഡ്സും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ജ്യൂസിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ അതിന് പകരം തേനോ ചേർക്കാവുന്നതാണ്. കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റിഫ്രഷിംഗ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടോൾ ഗ്ലാസ്സിലേക്ക് പകർത്താം. ടോൾ ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ കുതിർത്ത സബ്ജ സീഡ്സ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർക്കാം. ഇനി ഡ്രിങ്ക് ടോൾ ഗ്ലാസ്സിലേക്ക് പകർത്താം. ഫൈനലി മിൻറ്റ് ലീവ്സ് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലിടാൻ മറക്കരുത്. ഇതിനു മുൻപ് നമ്മൾ റിഫ്രഷിംഗ് ഡ്രിങ്ക്സും അതുപോലെ മിൽക്ക് ഷേക്ക് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.